കേരളത്തെ പിടിച്ചുകുലുക്കിയ നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ വിധി പ്രഖ്യാപനത്തിന് തൊട്ടുമുമ്പ് ഹൈക്കോടതി ജഡ്ജിമാർക്കടക്കം ലഭിച്ച ഊമക്കത്തുകൾക്ക് പിന്നിലെ ദുരൂഹത നീക്കാൻ രഹസ്യാന്വേഷണ വിഭാഗം നടത്തിയ അന്വേഷണത്തിൽ നിർണായക വിവരങ്ങൾ ലഭിച്ചു. നീതിന്യായ വ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ കേസിലെ വിധി വിവരങ്ങൾ മുൻകൂട്ടി സൂചിപ്പിച്ച ഈ കത്തുകൾ അയച്ചിരിക്കുന്നത് എറണാകുളത്തെ ഒരു പോസ്റ്റ് ഓഫീസിൽ നിന്നാണെന്നാണ് അന്വേഷണത്തിൽ വ്യക്തമായത്. വിചാരണ കോടതിയുടെ വിധി വരുന്നതിന് കേവലം 2 ദിവസങ്ങൾക്ക് മുൻപാണ് ഹൈക്കോടതിയിലെ ഉന്നത ജഡ്ജിമാർ ഉൾപ്പെടെയുള്ളവർക്ക് ഈ രജിസ്ട്രേഡ് കത്തുകൾ ലഭിച്ചത്. കേസിലെ ചില പ്രതികൾ കുറ്റവിമുക്തരാകുമെന്നുള്ള കൃത്യമായ സൂചനകൾ ഈ ഊമക്കത്തിൽ ഉണ്ടായിരുന്നു. ഇത് വിധി ചോർന്നുവെന്ന ഗുരുതരമായ ആശങ്കയ്ക്ക് ഇടയാക്കുകയും കോടതി വൃത്തങ്ങളിൽ വലിയ കോളിളക്കം സൃഷ്ടിക്കുകയും ചെയ്തു. രഹസ്യാന്വേഷണ വിഭാഗം നടത്തിയ പരിശോധനയിൽ കത്തുകൾ അയച്ചത് എറണാകുളത്തെ ഒരു പോസ്റ്റ് ഓഫീസിൽ നിന്നാണെന്ന് സ്ഥിരീകരിച്ചു. പോസ്റ്റ് ഓഫീസിലെ CCTV ദൃശ്യങ്ങൾ വിശദമായി പരിശോധിച്ചതിൽ നിന്ന് കറുത്ത മാസ്ക് ധരിച്ച ഒരു പുരുഷനാണ് കത്തുകൾ പോസ്റ്റ് ചെയ്തതെന്ന് വ്യക്തമായി. മുഖം മറച്ചെത്തിയ ഇയാളാണ് ഈ രഹസ്യ നീക്കത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം. ഏകദേശം 33 കത്തുകളാണ് ഇയാൾ ഒരുമിച്ച് കൊണ്ടുവന്ന് രജിസ്ട്രേഡ് തപാലായി അയച്ചത്. എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയ ശേഷം വളരെ വേഗത്തിൽ ഇയാൾ പോസ്റ്റ് ഓഫീസിൽ നിന്ന് മടങ്ങുകയായിരുന്നു. ഇത്രയും കത്തുകൾ ഒരേ സമയം അയച്ചത് കൃത്യമായ ആസൂത്രണത്തോടെ ഒരു വലിയ വിഭാഗം ആളുകളിലേക്ക് ഒരേ സന്ദേശം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരുന്നുവെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കരുതുന്നു. ഈ ഊമക്കത്തുകൾ ലഭിച്ചവരിൽ മുൻ ഹൈക്കോടതി ജഡ്ജി കെമാൽ പാഷയും ഉണ്ടായിരുന്നു. കത്തിൽ ഫ്രം അഡ്രസ്സായി നൽകിയിരിക്കുന്നത് പ്രമുഖ അഭിഭാഷകനായ രാംകുമാറിന്റെ പേരായിരുന്നു. എന്നാൽ ഈ കത്തുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് രാംകുമാർ അറിയിച്ചു. മറ്റൊരാളുടെ പേര് ദുരുപയോഗം ചെയ്തത് കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. കത്തിന്റെ ഉള്ളടക്കമാണ് ഏറ്റവും ഞെട്ടലുണ്ടാക്കിയത്. നടൻ ദിലീപ് അടക്കം 4 പ്രതികൾ കുറ്റവിമുക്തരാകുമെന്നുള്ള വിവരം കത്തിൽ മുൻകൂട്ടി പറഞ്ഞിരുന്നു. വിചാരണ കോടതി ജഡ്ജി ഹണി M വർഗീസ് സുഹൃത്തായ ഷേർലിയെ കൊണ്ട് വിധി തയ്യാറാക്കിയെന്നും ദിലീപിന്റെ സുഹൃത്തായ ശരത്തിനെ കാണിച്ച് കച്ചവടം ഉറപ്പിച്ചെന്നും കത്തിൽ ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. കൂടാതെ ജസ്റ്റിസ് ഹണി M വർഗീസിന് കേരള ഹൈക്കോടതിയിലെ മുതിർന്ന ജഡ്ജിമാരായ ജസ്റ്റിസ് മുഹമ്മദ് മുഷതാഖ്, ജസ്റ്റിസ് ജയശങ്കരൻ നമ്പ്യാർ, എറണാകുളം ജില്ലയുടെ ചുമതലയുള്ള ജസ്റ്റിസ് രാജ വിജയരാഘവൻ എന്നിവരുടെ അനുഗ്രഹം എല്ലാ കാര്യത്തിലും ഉണ്ടെന്നും അത് കാരണമാണ് നീതിക്ക് നിരക്കാത്ത പ്രവർത്തനങ്ങൾക്ക് ഹണി വർഗീസിനെ പ്രേരിപ്പിക്കുന്നതെന്നും ഊമക്കത്തിൽ ആരോപിച്ചിരുന്നു. നീതിയെ അട്ടിമറിക്കുന്ന ഈ വിഷയത്തിൽ സമൂഹ മനസാക്ഷിയുടെ മുമ്പിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് കത്ത് അയക്കുന്നതെന്നും കത്തിൽ പറയുന്നുണ്ട്. ഒരു ഇന്ത്യൻ പൗരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചുകൊണ്ടാണ് കത്ത് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇതിലൂടെ കത്ത് അയച്ച വ്യക്തിയുടെ യഥാർത്ഥ ഐഡന്റിറ്റി മറച്ചുവെക്കാനുള്ള ശ്രമം വ്യക്തമാണ്. ഈ ഊമക്കത്ത് വിഷയം പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് യശ്വൻ ഷേണായിയാണ്. വിഷയത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട അദ്ദേഹം ഊമക്കത്തിന്റെ പകർപ്പടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് കത്ത് നൽകിയിരുന്നു. വിധി ചോർന്നു എന്ന ആശങ്ക അദ്ദേഹം കത്തിലൂടെ പങ്കുവച്ചു. എന്നാൽ യശ്വൻ ഷേണായിയുടെ നടപടി അഭിഭാഷക അസോസിയേഷൻ തള്ളിക്കളഞ്ഞു. പ്രസിഡന്റ് കത്തയച്ചത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ അറിവോടെ അല്ലെന്നതായിരുന്നു അസോസിയേഷന്റെ നിലപാട്. ജഡ്ജിമാർക്ക് ചോദ്യം ചെയ്യപ്പെടാനാകാത്ത വിശ്വസ്തതയുണ്ടെന്നും ഇത്തരം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും അസോസിയേഷൻ വ്യക്തമാക്കി. എങ്കിലും വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് ഹൈക്കോടതിയും ഈ സംഭവത്തിൽ വിശദമായ പരിശോധന നടത്തിയേക്കും. നീതിന്യായ വ്യവസ്ഥയുടെ സുതാര്യതയ്ക്ക് കോട്ടം തട്ടുന്ന ഒരു നീക്കവും അനുവദിക്കില്ല എന്ന ശക്തമായ നിലപാടാണ് കോടതി സ്വീകരിക്കുക. പോസ്റ്റ് ഓഫീസിൽ നിന്ന് കത്തയച്ച കറുത്ത മാസ്ക് ധരിച്ച ആളെ എത്രയും പെട്ടെന്ന് തിരിച്ചറിയാനുള്ള ശ്രമങ്ങൾ രഹസ്യാന്വേഷണ വിഭാഗം ഊർജിതമാക്കിയിരിക്കുകയാണ്. CCTV ദൃശ്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കാൻ സാങ്കേതിക വിദഗ്ധരുടെ സഹായം തേടിയിട്ടുണ്ട്. ഇയാൾക്ക് കേസിന്റെ ഉള്ളുകളികളെ കുറിച്ച് എങ്ങനെ വിവരം ലഭിച്ചു, ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് തുടങ്ങിയ കാര്യങ്ങളിലേക്കാണ് അന്വേഷണം നീളുന്നത്. നടിയെ ആക്രമിച്ച കേസ് പോലുള്ള അതിസങ്കീർണമായ കേസിൽ വിധി പ്രഖ്യാപനത്തിന് മുന്നോടിയായി ഇത്തരമൊരു സംഭവം നടന്നത് കേരളത്തിലെ നിയമരംഗത്ത് വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചു. നീതിന്യായ പ്രക്രിയയുടെ വിശ്വസ്തത സംരക്ഷിക്കാൻ ഈ സംഭവത്തിന് പിന്നിലെ യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരേണ്ടത് അത്യന്താപേക്ഷിതമാണ്. പോസ്റ്റ് ചെയ്ത സ്ഥലം കണ്ടെത്തിയത് അന്വേഷണത്തിന് നിർണായകമായ ഒരു വഴിത്തിരിവാണ് നൽകിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വിഷയത്തിൽ ശക്തമായ ഒരു പ്രതികരണമോ കൂടുതൽ അന്വേഷണത്തിനുള്ള ഉത്തരവോ ഉണ്ടായേക്കാം. ഈ ദുരൂഹമായ ഊമക്കത്തിന് പിന്നിലെ കുറ്റവാളികളെ കണ്ടെത്താൻ രഹസ്യാന്വേഷണ വിഭാഗം നടത്തുന്ന ശ്രമങ്ങൾ നിർണായകമാണ്.